ഇന്നറിയാൻ കറണ്ട് അഫയേഴ്സ് 17/4/2024, 18/4/2024. 2024 ഏപ്രിലിൽ വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം IISc ബാംഗ്ലൂർ. ടൈറ്റാനിക് കപ്പൽ ദുരന്തത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ഏപ്രിൽ 15 നടന്നത്? 112. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാൻ ആവില്ല എന്നും നിരീക്ഷിച്ച ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതി. അടുത്തിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരം. അൽ ബാഷ. ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡിന് 2024 അർഹനായത് അമിതാഭ് ബച്ചൻ. ഇന്ത്യയിലെ ആദ്യ ഹൈബ്രിഡ് പിച്ച് സ്ഥാപിക്കുന്ന BCCI അംഗീകൃത സ്റ്റേഡിയം ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം. ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം. ലോകത്തിലാദ്യമായി മെനിഞ്ചൈറ്റിസ് വാക്സിൻ പുറത്തിറക്കിയ രാജ്യം നൈജീരിയ. അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിന്റെ കനമുള്ള സ്വർണ്ണപ്പാളി ഗോൾഡെയ്ൻ. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് 2024 റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ഇന്ത്യ 144.17 കോടി. ചൈനയാണ് രണ്ടാം സ്ഥാനത്ത്. വേൾഡ് ഇക്കണോമിക് ഫോറം 2024 യങ് ഗ്ലോബൽ ലീഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? അദ്വൈത നായർ. 2024 പാരീസ് ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് എന്നാണ്? 2024 ജൂലൈ 26. 2024 ഏപ്രിലിൽ പുരുഷ ഡിസ്കസ് ത്രോയിൽ പുതിയ ലോക റെക്കോർഡ് കുറിച്ച താരം നിക്കോളാസ് അലഗ്ന. പ്രസാർ ഭാരതിയുടെ കീഴിലുള്ള ദേശീയ വാർത്താ ചാനൽ DD ന്യൂസിന്റെ ലോഗോ സ്വീകരിച്ച പുതിയ നിറം കാവി നിറം. ചുവപ്പു നിറത്തിലുള്ള ലോഗോ മാറ്റിയാണ് കാവി നിറത്തിലുള്ള ലോഗോ അവതരിപ്പിച്ചിരിക്കുന്നത്. 2025 മെയ് മുതൽ കടകളിൽ കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ സേവനം നൽകുന്ന കമ്പനികൾ ആരുടെ നിയന്ത്രണത്തിലേക്കാണ് എത്തുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ടൈം മാഗസിന്റെ ലോകത്തെ സ്വാധീനിച്ച 100 പേരിൽ ഇടം നേടിയ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ഗുസ്തി താരം സാക്ഷി മാലിക്. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും കർശനമായ പുകവലി നിരോധന ബിൽ പാസാക്കിയ രാജ്യം ബ്രിട്ടൻ. ലോക പൈതൃക ദിനം ഏപ്രിൽ 18. 2024 പ്രമേയം ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി. കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജത്തിലേക്ക് മാറ്റുന്ന പദ്ധതി PM കുസും യോജന. ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്ത്.
കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ഉദയ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽ നക്ഷത്രം പോൺസ് ബ്രൂക്സ്. അന്താരാഷ്ട്ര നാണയനിധി പ്രവചിച്ച നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.8%. Thanks for watching. Please like and subscribe.